Hi students, welcome to Beauty of Maths. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാക്ടർ ഗ്രൂപ്പിൻ്റെ ആപ്ലിക്കേഷൻസിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തിയറമാണ് G/Z തിയറം. എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ളതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റേറ്റ്മെൻറ്റ്: ലെറ്റ് G be a group and let Z of G be the center of G. If G/Z is cyclic, then G is abelian. സ്റ്റേറ്റ്മെൻറ്റ് വളരെ സിമ്പിളാണ്. G ഒരു ഗ്രൂപ്പ്, Z of G എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിൻ്റെ സെൻറ്ററാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് പറയുന്നത്: G/Z സൈക്ലിക് ആണെങ്കിൽ, G/Z എന്ന് വെച്ചാൽ അറിയാമല്ല, G/H ഫാക്ടർ ഗ്രൂപ്പ്, കോസറ്റുകളുടെ കളക്ഷൻ. ഓക്കെ, ഇവിടെ ഒരു ഫാക്ടർ ഗ്രൂപ്പാണ് G/Z of G എന്ന് പറയുന്നത്, അത് സൈക്ലിക് ആണ്. അങ്ങനെയെങ്കിൽ G മസ്റ്റായിട്ടും അബീലിയൻ ആയിരിക്കും. ഓക്കെ, അതിത് എങ്ങനെ പ്രൂവ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ ഒന്ന് രണ്ട് ടേമുകളൊക്കെ പഴയത് ഓർക്കേണ്ടി വരും. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. എന്താണ് സൈക്ലിക് ഗ്രൂപ്പ് എന്നുള്ള കാര്യം അറിയണം. അതുപോലെ തന്നെ അബീലിയൻ എന്താണെന്ന് അറിയണം, സെൻറ്റർ എന്താണെന്ന് അറിയണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഈ അബീലിയനും സൈക്ലിക്കൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സെൻറ്റർ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ സെൻട്രലൈസർ എന്ന് പറയുന്ന ടേം കൂടി ഞാൻ പറയുന്നുണ്ട്. കാര്യം അതുകൂടി ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. സെൻറ്റർ എന്ന് പറഞ്ഞാൽ, ഒരു ഗ്രൂപ്പിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Z of G എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ A സച്ച് ദാറ്റ് A ബിലോങ്സ് ടു G, AX ഈക്വൽ ടു XA ഫോർ എവറി X ബിലോങ്സ് ടു G. ഇപ്പോൾ G എന്ന് പറയുന്നൊരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ കുറേ എലമെൻറ്റ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, കുറേ എലമെൻറ്റ്സ്. ഞാൻ അതിൽ നിന്നൊരു എലമെൻറ്റ് എടുക്കുന്നു, A എന്ന് പറയുന്നൊരു എലമെൻറ്റ് എടുക്കുന്നു. ഓക്കെ, ആ എലമെൻറ്റ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വിചാരിക്കുക. A എന്ന് പറയുന്നൊരു എലമെൻറ്റ് ഞാൻ എടുത്തു, ആ എലമെൻറ്റ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ ഈ A എന്ന് പറയുന്ന എലമെൻറ്റ് മസ്റ്റായിട്ടും സെൻറ്ററിലുണ്ട്. ഇനി ഇതേപോലെ അടുത്ത ഗ്രൂപ്പിൽ അടുത്തൊരു എലമെൻറ്റ് എടുക്കുന്നു, B എന്ന് പറയുന്ന എലമെൻറ്റ് എടുക്കുന്നു. ഓക്കെ, ആ എലമെൻറ്റും ഗ്രൂപ്പിലുള്ള മറ്റെല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ ഈ Bയും സെൻറ്ററിലുണ്ട്. ഇതേപോലെ വേറെയും എലമെൻറ്റ്സ് ഉണ്ടാകാം. ഇത്തരത്തിൽ ഒരു എലമെൻറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റുകളുടെ കളക്ഷൻ അടങ്ങിയ സെറ്റാണ് സെൻറ്റർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി സെൻട്രലൈസർ ഓഫ് A. സെൻട്രലൈസർ എന്ന് പറയുന്നത് ഒരു എലമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ സെൻട്രലൈസർ പറയുന്നത്. അതായത് ഗ്രൂപ്പിലൊരു എലമെൻറ്റ് ഞാൻ എടുക്കുന്നു, ഗ്രൂപ്പിലൊരു എലമെൻറ്റ് A എന്ന് പറയുന്ന എലമെൻറ്റ് എടുക്കുന്നു. ആ എലമെൻറ്റ് ഏതെങ്കിലും ഒരു എലമെൻറ്റുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ, ഓക്കെ, A എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ എടുത്തു ഗ്രൂപ്പിൽ. ഓക്കെ, നമ്മൾ സെൻട്രലൈസർ എപ്പോഴും പറയുന്നത് ഓരോ എലമെൻറ്റിൻ്റെ വെച്ചിട്ടാണ് സെൻട്രലൈസർ പറയുന്നത്. സെൻട്രലൈസർ ഓഫ് A, Aയുടെ സെൻട്രലൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഗ്രൂപ്പിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ, സപ്പോസ് B എന്ന് പറയുന്ന ഒരു എലമെൻറ്റുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ B എന്ന് പറയുന്നത് Aയുടെ സെൻട്രലൈസറിനകത്തുള്ള എലമെൻറ്റാണ്. ഓക്കെ, ഇനി A എന്ന് പറയുന്നത് C എന്ന് പറയുന്ന എലമെൻറ്റുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ ഈ Aയുടെ സെൻട്രലൈസറിനകത്ത് Cയുമുണ്ട്. ഓക്കെ, ഇതാണ് മീനിങ്. ഓക്കെ, അന്നേരം ഓരോ എലമെൻറ്റ് വെച്ചിട്ടാണ് സെൻട്രലൈസർ ഡിഫൈൻ ചെയ്യുന്നത്, സെൻറ്റർ ഡിഫൈൻ ചെയ്യുന്നത് ഗ്രൂപ്പ് വെച്ചിട്ടാണ്. ഓക്കെ, വ്യത്യാസം മനസ്സിലാക്കിക്കോണം. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂഫിലേക്ക് വരാം. നമുക്ക് തന്നിരിക്കുന്നത് G/Z എന്ന് പറയുന്ന ഫാക്ടർ ഗ്രൂപ്പ് സൈക്ലിക്കാണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്, ഗിവൺ. പ്രൂവ് ചെയ്യാനുള്ളത് G അബീലിയൻ എന്ന് പ്രൂവ് ചെയ്യണം. G അബീലിയൻ എന്ന് പ്രൂവ് ചെയ്യാനായിട്ട്, ഒരു ഗ്രൂപ്പ് അബീലിയൻ എന്ന് പ്രൂവ് ചെയ്യാൻ തോന്നിയാൽ മതി. ആ ഗ്രൂപ്പിലുള്ള ഏത് രണ്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ ആ ഗ്രൂപ്പ് അബീലിയനാണ്. ഓക്കെ, അന്നേരം അതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. സിൻസ് G ഈസ് അബീലിയൻ ഈസ് ഈക്വലൻ ടു Z of G ഈക്വൽ ടു G. G അബീലിയൻ ആണെങ്കിൽ മസ്റ്റായിട്ടും ആ ഗ്രൂപ്പും ആ ഗ്രൂപ്പിൻ്റെ സെൻറ്ററും ഈക്വൽ ആയിരിക്കും. അതൊരു ഡൗട്ടും വേണ്ട. ഓക്കെ, അന്നേരം G അബീലിയൻ ആണെങ്കിൽ സെൻറ്ററും ആ ഗ്രൂപ്പും എല്ലായ്പ്പോഴും ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. എന്താ കാര്യം സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ അനുസരിച്ച്, സെൻറ്റർ ഡെഫിനിഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ Gക്കകത്ത് ഒരു 5 എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. A B C D 4 എലമെൻറ്റ്, എളുപ്പം 4 എലമെൻറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഞാൻ സെൻറ്റർ ഓഫ് G, Z of G ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാണ്. Z of G. ഓക്കെ, Z of G ഡെഫിനിഷൻ പറയുന്നത്
ഗ്രൂപ്പിലെ ഒരു എലമെൻ്റ് എടുക്കുന്നു. ഫസ്റ്റ് എലമെൻ്റ് എ ആണ്. എ എന്ന് പറഞ്ഞ എലമെൻ്റ് എടുക്കുന്നു. ആ എലമെൻറ്റ് സെൻറ്റർ ഓഫ് ജിയിൽ വരണമെന്നുണ്ടെങ്കിൽ, ഇസഡ് ഓഫ് ജിയിൽ വരണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലെ മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അന്നേരം എ മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വിചാരിക്കും. അങ്ങനെയെങ്കിൽ എ മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ എ ഇവിടെ ഉണ്ട്, സെൻറ്ററിലുണ്ട്. ഓക്കെ. ഇനി ബി എന്ന് പറഞ്ഞാൽ അടുത്ത എലമെൻ്റ് എടുക്കുന്നു ഗ്രൂപ്പിൽ. ആ എലമെൻറ്റും ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെ ബിയും സെൻറ്ററിലുണ്ട്. ഓക്കെ. ഇനി സി എന്ന് പറയുന്ന എലമെൻ്റ് എടുക്കുന്നു. അതും ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. അങ്ങനെ സിയും ഇസഡ് ഓഫ് ജിയിലുണ്ട്. ഇനി അടുത്ത ഡി എന്ന് പറഞ്ഞ ലാസ്റ്റ് എലമെൻ്റ് എടുക്കുന്നു. അതും മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അതും സെൻറ്ററിലുണ്ട്. ഓക്കെ. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ജി അബീലിയൻ ആണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ഓഫ് ജിയും തുല്യമാണ് എന്ന് പറയാൻ കാര്യം ഇതാ ഇവിടെ നോക്കുക. ഈ എക്സാമ്പിളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. കാര്യം ജി അബീലിയൻ ആണെന്നുണ്ടെങ്കിൽ ജിയും സെൻറ്റർ ഓഫ് ജിയും എല്ലായ്പ്പോഴും മസ്റ്റായിട്ടും എന്തായിരിക്കും? തുല്യമായിരിക്കും. അബീലിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ജിയിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ. അത് തന്നെയല്ലേ ഇപ്പോൾ സെൻറ്റർ ഓഫ് ജിയിലും വന്നിരിക്കുന്നത്. ഓക്കെ. എല്ലാ എലമെൻറ്റുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റും എവിടെയുണ്ട്? സെൻറ്ററിലുണ്ട്. ഓക്കെ. അന്നേരം ജി അബീലിയൻ ആയതുകൊണ്ടാണ് ഇസഡ് ഓഫ് ജിയിൽ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റും വന്നത്. ക്ലിയർ ആണല്ലോ? അന്നേരം ജി അബീലിയൻ ആണെങ്കിൽ മസ്റ്റായിട്ടും ജിയും സെൻറ്റർ ഓഫ് ജിയും മസ്റ്റായിട്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ. അത് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. അന്നേരം നമുക്ക് തെളിയിക്കുള്ളത് ജി അബീലിയൻ എന്നാണ്. ജി അബീലിയൻ ആണെങ്കിൽ ഈ രണ്ട് സാധനങ്ങളും മസ്റ്റായിട്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ. നമ്മൾ ഇസഡ് ഓഫ് ജി ഈക്വൽ ടു ജി എന്നല്ല തെളിയിക്കാൻ പോകുന്നത്. ഇസഡ് ഓഫ് ജിയും തുല്യമാണെങ്കിൽ മസ്റ്റായിട്ടും ഇത്തരത്തിലൊന്ന് സംഭവിക്കും. ഓക്കെ. അതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഇറ്റ് സഫിഷ്യസ് ടു ഷോ ദാറ്റ് ദ ഓൺലി എലമെൻറ്റ് ഓഫ് ദി കോഷ്യൻ ഗ്രൂപ്പ് ജി ബൈ ഇസഡ് ഓഫ് ജി ഈസ് ദി ഐഡൻറ്റിറ്റി കോസറ്റ് ഇസഡ് ഓഫ് ജി. അതായത് ജി അബീലിയൻ ആണ്. ദാറ്റ് മീൻസ് ഇസഡ് ഓഫ് ജിയും ഈക്വലാണ്. ഇസഡ് ഓഫ് ജിയും സെയിം ആണ് എങ്കിൽ മസ്റ്റായിട്ടും ജി ബൈ ഇസഡ് ഓഫ് ജി എന്ന് പറയുന്ന ഫാക്ടർ ഗ്രൂപ്പിൽ ഒരേ ഒരു എലമെൻറ്റേ ഉണ്ടായിരിക്കുള്ളൂ. അത് ഐഡൻറ്റിറ്റി കോസറ്റായ ഇസഡ് ഓഫ് ജി ആയിരിക്കും. ഓക്കെ. എന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ. എങ്ങനെ മനസ്സിലായി? ഈ ഇസഡ് ഓഫ് ജി ബൈ ഇസഡ് ഓഫ് ജി എന്ന് പറയുന്ന എലമെൻറ്റിൽ ഒരേ ഒരു എലമെൻറ്റ് ഐഡൻറ്റിറ്റി കോസറ്റ് ആയിട്ടുള്ള ഒരേ ഒരു എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്നെങ്ങനെ മനസ്സിലാക്കാം? ഒരു എക്സാമ്പിൾ വെച്ചത് പറഞ്ഞുതരാം. അപ്പോൾ നോക്കുക. എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം ഞാനൊരു ഗ്രൂപ്പ് എടുക്കുന്നു. ജി Z5 എന്നാണ് ഞാൻ എടുത്തിരിക്കുന്ന ഗ്രൂപ്പ്. അതിലെ എലമെൻറ്റ് 0 1 2 3 4 ആണ്. ഓക്കെ. ഇനി ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ സെൻറ്റർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. സെൻറ്റർ ഇസഡ് ഓഫ് ജി. ഓക്കെ. ഇസഡ് ഓഫ് ജി എന്ന് വെച്ചാൽ അറിയാലോ, സെൻറ്റർ എന്ന് പറയുന്നത് ആദ്യം ഗ്രൂപ്പിൽ ഒരു എലമെൻറ്റ് എടുക്കുന്നു. ഞാൻ ആദ്യം 0 എടുക്കുന്നു. ഓക്കെ. ഈ 0 എന്ന് പറയുന്നത് ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണ്. അതായത് 0 + 1 എന്ന് പറയുന്നത് 1 + 0ക്ക് ഈക്വൽ ആണല്ലോ. ഓക്കെ. അതേപോലെ 0 ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് 2 ആയിട്ടും 0 + 2 2 + 0യും സെയിം ആണ്. അതേപോലെ 0 + 3യും 3 + 0യും സെയിം ആണ്. 0 + 4ഉം 4 + 0യും സെയിം ആണ്. അതുകൊണ്ട് 0 ഗ്രൂപ്പിലുള്ള മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 0 മസ്റ്റായിട്ടും ഇസഡ് ഓഫ് ജിയിലുണ്ട്. ഓക്കെ. ഇവിടെ ഓപ്പറേഷൻ പ്ലസ് എടുക്കാനുള്ള കാര്യം അറിയാമല്ല. കാര്യം ജി എന്ന് പറയുന്നത് Z5 ആണ്. ഇതൊരു അഡിറ്റീവ് ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലെടുത്തത്, ഓപ്പറേഷൻ പ്ലസ് എടുത്തതിൻ്റെ കാര്യം. ഓക്കെ. ഇനി അടുത്ത ഗ്രൂപ്പിൽ എലമെൻറ്റ് 1 എടുക്കുന്നു. ഓക്കെ. 1 ഇസഡ് ഓഫ് ജി സെൻറ്ററിലുണ്ടോയെന്ന് അറിയാൻ 1 ബാക്കിയുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. 1 + 0യും 0 + 1ഉം സെയിം ആണ്. 1 + 2ഉം 2 + 1ഉം സെയിം ആണ്. 1 + 3യും 3 + 1ഉം സെയിം ആണ്. 1 + 4 അതേപോലെ തന്നെ 1 + 4 എന്ന് വെച്ചാൽ എന്താണ് വരുന്നത്? 5 ആണ്. ഓക്കെ. 5 എന്ന് വെച്ചാൽ എന്താണ്? 5 Z5ൽ 5 എന്ന് വെച്ചാൽ എന്താണ്? 0 ആണ്. ഓക്കെ. അത് തന്നെയല്ലേ 4 + 1 എടുത്താലും കിട്ടുന്നത്. ഓക്കെ. അന്നേരം 1 + 4ഉം 4 + 1ഉം സെയിം ആണ്. അന്നേരം 1ഉം മറ്റുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 1ഉം ഇസഡ് ഓഫ് ജിയിലാണ്. ഇതേപോലെ 2 3 4 ഏത് എലമെൻറ്റ് എടുത്താലും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഈ സെൻറ്റർ ഓഫ് ജി എന്ന് പറയുന്നത് ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത് 0 1 2 3 4 തന്നെയാണ്. അത് Z5 തന്നെയാണ്. ഓക്കെ. അന്നേരം ഇവിടെ ഗ്രൂപ്പ് എടുത്തു, അതിൻ്റെ സെൻറ്റർ കണ്ടുപിടിച്ചു. ഇവിടെ ഗ്രൂപ്പും സെൻറ്ററും സെയിം ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഗ്രൂപ്പും സെൻറ്ററും സെയിം ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ.
അന്നേരം ഗ്രൂപ്പും സെൻറ്ററും സെയിം ആണെന്ന് പറയാനല്ല ഞാൻ ഈ എക്സാമ്പിൾ പറഞ്ഞത്. എക്സാമ്പിളിൻ്റെ ഉദ്ദേശം, എക്സാമ്പിൾ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് നമുക്ക് തെളിയിക്കാനുള്ളത് ജി അബീലിയൻ എന്നാണ്. ജി അബീലിയൻ ആണെന്നുണ്ടെങ്കിൽ ഇസഡ് ഓഫ് ജിയും ജിയും സെയിം ആണെന്ന് തെളിയിച്ചാൽ മതി. ഓക്കെ, ഈ ഇസഡ് ഓഫ് ജിയും ജിയും സെയിം ആണെന്ന് തെളിയിക്കുന്നതിന് പകരം ഈ ഒരു കാര്യം തെളിയിച്ചാലും മതി. അതായത് ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഒരേ ഒരു എലമെൻ്റ് എന്ന് പറയുന്നത് ഇസഡ് ഓഫ് ജി ആണ്. ഓക്കെ എന്ന് തെളിയിച്ചാലും മതി. ഓക്കെ, അന്നേരം ഇസഡ് ഓഫ് ജിയും ജിയും തുല്യമാണെങ്കിൽ ഇത് ട്രൂ ആണെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ് എന്നുള്ളതാണ് ഞാൻ ഈ എക്സാമ്പിൾ വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കാര്യം ഇസഡ് ഓഫ് ജിയും ജിയും സെയിം ആണെന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അതിന് പകരം ഇങ്ങനെ തെളിയിച്ചാലും മതി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് മനസ്സിലാക്കാനായിട്ട് ഈ എക്സാമ്പിൾ പറയുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, അത് ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഒരേ ഒരു എലമെൻറ്റ് ഇസഡ് ഓഫ് ജി മാത്രമാണ് എന്ന് തെളിയിച്ചാൽ അതിനർത്ഥം ഇസഡ് ഓഫ് ജിയും ജിയും ഈക്വലാണ്, അതായത് ജി അബീലിയൻ ആണ് എന്നാണ് അർത്ഥം. ഓക്കെ, അന്നേരം ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഒരേ ഒരു എലമെൻറ്റ് ഇസഡ് ഓഫ് ജി ആണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ എക്സാമ്പിൾ പറയുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അന്നേരം ഇവിടെ ജിയും ഇസഡ് ഓഫ് ജി നമുക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ ജി ബൈ എച്ച് എന്ന് വെച്ചാൽ അറിയാൻ എന്താണെന്നുള്ളത്. ജി ബൈ എച്ചിലെ എലമെൻറ്റിൻ്റെ ഫോം എന്ന് വെച്ചാൽ എ ഇൻറ്റു, അതായത് ജിയിലെ എലമെൻറ്റ് ഇൻറ്റു എച്ച് എന്നുള്ള ഫോമില, അല്ലെങ്കിൽ ജിയിലെ എലമെൻറ്റ് പ്ലസ് എച്ച് എന്നുള്ള ഫോമില. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇങ്ങനെ, ഗ്രൂപ്പ് അഡിറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ. ഓക്കെ, അന്നേരം ഇവിടെ ജി ബൈ ഇസഡ് ഓഫ് ജി ആണ് നമുക്ക് വേണ്ടത്. ജി ബൈ ഇസഡ് ഓഫ് ജി എന്ന് വെച്ചാൽ അറിയാമല്ല, ജി എന്ന് വെച്ചാൽ ഇസഡ് 5 ആണ്. ഓക്കെ, അന്നേരം ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ എലമെൻറ്റിൻ്റെ ഫോം എന്ന് വെച്ചാൽ ജിയിലെ എലമെൻറ്റ് പ്ലസ് ആ സബ് ഗ്രൂപ്പ് ഇസഡ് ഓഫ് ജി എന്നുള്ള ഫോമില. ഓക്കെ, ആണ്ട് ജിയിലെ എലമെൻറ്റ് പ്ലസ് എച്ച് എന്നുള്ള ഫോം. അന്നേരം ജിയിലെ എലമെൻറ്റ് പ്ലസ് ഇസഡ് ഓഫ് ജി എന്നുള്ള ഫോമില. ജിയിലെ എലമെൻറ്റ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4. അന്നേരം 0 പ്ലസ് എച്ച് എന്ന് വെച്ചാൽ ഇവിടെ ഇസഡ് ഓഫ് ജിയാണ്. 1 പ്ലസ് ഇസഡ് ഓഫ് ജി, 2 പ്ലസ് ഇസഡ് ഓഫ് ജി, 3 പ്ലസ് ഇസഡ് ഓഫ് ജി, 4 പ്ലസ് ഇസഡ് ഓഫ് ജി. ഇതാണ് ജി ബൈ ഇസഡ് ഓഫ് ജിയുടെ എലമെൻറ്റ്. 0 പ്ലസ് ഇസഡ് ഓഫ് ജി എന്ന് വെച്ചാൽ ഇസഡ് ഓഫ് ജി തന്നെയാണ്. ഈ 1 പ്ലസ് ഇസഡ് ഓഫ് ജി എന്താണ്? ഇസഡ് ഓഫ് ജി എന്ന് വെച്ചാൽ എന്താണ്? ഇസഡ് ഓഫ് ജി എന്ന് വെച്ചാൽ 0, 1, 2, 3, 4. ഓക്കെ, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ഓരോ എലമെൻ്റെ കൂടെ 1 എന്ന് ആഡ് ചെയ്തു. ഓക്കെ, 0യുടെ കൂടെ ഞാൻ 1 ആഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ 1ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു, 2ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു, 3ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു, 4ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്തോ വരും? 0 പ്ലസ് 1 1, 1 പ്ലസ് 1 2 ആണ്, 2 പ്ലസ് 1 3 ആണ്, 3 പ്ലസ് 1 4 ആണ്, 4 പ്ലസ് 1 5. 5 എന്ന് വെച്ചാൽ ഇസഡ് 5-ലില്ല. 5 എന്ന് വെച്ചാൽ എന്താണ്? 0 ആണ്. ഓക്കെ, അന്നേരം 0 ആണ്. അതായത് ഇവിടെ വന്നിരിക്കുന്ന എലമെൻറ്റ് ഏതാ? 0, 1, 2, 3, 4. അത് ഇസഡ് 5 തന്നെയാണ്. അന്നേരം 1 പ്ലസ് ഇസഡ് ഓഫ് ജി എന്ന് വെച്ചാൽ എന്താണ്? ഇസഡ് ഓഫ് ജി തന്നെയാണ്. ഓക്കെ, അത് ഇസഡ് ഓഫ് ജി എന്ന് വെച്ചാൽ ഈ എലമെൻ്റ് അല്ലേ? 0, 1, 2, 3, 4. അന്നേരം ഇതിൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ അത് തന്നെയാണ് കിട്ടുന്നത്. അതായത് 1 പ്ലസ് ഇസഡ് ഓഫ് ജി എന്ന് വെച്ചാൽ എന്താണ്? ഇസഡ് ഓഫ് ജി തന്നെയാണ് വരുന്നത്. ഓക്കെ, അതേപോലെ 2 പ്ലസ് ഇസഡ് ഓഫ് ജി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യാം. എന്നാലും ആ എലമെൻറ്റ് തന്നെ കിട്ടുന്നത് ഇസഡ് ഓഫ് ജി തന്നെയാണ്. 3 പ്ലസ് ഇസഡ് ഓഫ് ജി എന്ത് തന്നെയാണ്? ഇസഡ് ഓഫ് ജി തന്നെയാണ്. 4 പ്ലസ് ഇസഡ് ഓഫ് ജി എന്ത് തന്നെയാണ്? ഇസഡ് ഓഫ് ജി തന്നെയാണ്. അതായത് ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഒരേ ഒരു എലമെൻറ്റ് എന്താണ്? ഇസഡ് ഓഫ് ജി മാത്രമാണ്. ഓക്കെ, ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫാണ്. ഓക്കെ, അതായത് ജിയും ഇസഡ് ഓഫ് ജിയും തുല്യമാണെങ്കിൽ ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഒരേ ഒരു എലമെൻറ്റ് ഇസഡ് ഓഫ് ജി ആയിരിക്കും. ജിയും ഇസഡ് ഓഫ് ജിയും തുല്യമാണെങ്കിൽ, ജി ഇസഡ് ഓഫ് ജിയും തുല്യമാണെന്ന് വെച്ചാൽ ജി അബീലിയൻ ആണെങ്കിൽ എന്നാണ് അർത്ഥം. ജി അബീലിയൻ ആണെന്നുണ്ടെങ്കിൽ ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഒരേ ഒരു എലമെൻറ്റ് ഇസഡ് ഓഫ് ജി മാത്രമാണ് എന്ന് തെളിയിച്ചാലും മതി എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ഓക്കെ, ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫാണ്. അതായത് ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഒരേ ഒരു എലമെൻറ്റ് ഇസഡ് ഓഫ് ജി മാത്രമാണെങ്കിൽ ജി അബീലിയനുമായിരിക്കും. എപ്പോഴാണ്? ജി ബൈ സെറ്റ് ഓഫ് ജി സൈക്ലിക് ആണെങ്കിൽ. ഇവിടെ ഇത് സൈക്ലിക് ഗ്രൂപ്പാണ് ജി ബൈ സെറ്റ് ഓഫ് ജി എന്ന് പറയുന്നത്. കാര്യം ജനറേറ്ററുണ്ട്. ഓക്കെ, അതിലോട്ടൊന്നും പോകുന്നില്ല ഞാൻ. ഓക്കെ, അന്നേരം ഇവിടെ നമ്മൾ തെളിയിക്കാനുള്ള കാര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അന്നേരം ജിയും ഇസഡ് ഓഫ് ജിയും തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി ജി അബീലിയനാണെന്ന് തെളിയിക്കാൻ. അന്നേരം അത് തെളിയിക്കുന്നതിന് പകരം ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഒരേ ഒരു എലമെൻറ്റ് ഈ ഇസഡ് ഓഫ് ജി മാത്രമാണ് എന്ന് തെളിയിച്ചാലും മതി എന്നാണ് ഈ എക്സാമ്പിൾ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പോൾ കാര്യം മനസ്സിലായല്ലോ. അന്നേരം ജി ബൈ ഇസഡ് ഓഫ് ജിയിൽ ഒരേ ഒരു എലമെൻറ്റ് ഇസഡ് ഓഫ് ജി ആണെന്ന് പറഞ്ഞതിനർത്ഥം ജി ബൈ ഇസഡ് ഓഫ് ജിയിൽ നിങ്ങൾ ഏത് എലമെൻറ്റ് എടുത്തു കഴിഞ്ഞാലും ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ എലമെൻറ്റിൻ്റെ ഫോം അറിയാമല്ലോ. ജി ബൈ എച്ചിലെ എലമെൻറ്റിൻ്റെ ഫോം അത് എ പ്ലസ് എച്ച് അല്ലെങ്കിൽ എ എച്ച് എന്നുള്ള ഫോം. ഓക്കെ, അന്നേരം ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഏത് എലമെൻറ്റ് എടുത്താലും ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ എലമെൻറ്റിൻ്റെ ഫോം ഗ്രൂപ്പിലെ എലമെൻറ്റ് ഇൻറ്റു ഇസഡ് ഓഫ് ജി എന്നാണ്. ഓക്കെ, അല്ലെങ്കിൽ ഗ്രൂപ്പിലെ എലമെൻറ്റ് പ്ലസ് ഇസഡ് ഓഫ് ജി എന്നാണ്. അത് ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷൻ അനുസരിച്ച്. ഓക്കെ, ഇത്തരത്തിൽ നിങ്ങൾ ഏതൊരു എലമെൻറ്റ് ജി ബൈ ഇസഡ് ഓഫ് ജിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും അത് ഏത് തന്നെയാണ്? ഇസഡ് ഓഫ് ജി തന്നെയാണ്. കാര്യം അതിനകത്ത് ഒരേ ഒരു എലമെൻറ്റേ ഉള്ളൂ, ഇസഡ് ഓഫ് ജി.
അന്നേരം ജി ബൈ ഇസഡ് ഓഫ് ജിയിൽ നിങ്ങൾ ഏത് എ പ്ലസ് ഇസഡ് ഓഫ് ജി എന്നുള്ള ഫോം അല്ലെങ്കിൽ എ ഇസഡ് ഓഫ് ജി എന്നുള്ള ഫോമിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അത് എന്ത് മാത്രമായിരിക്കും, അത് ഇസഡ് ഓഫ് ജിക്ക് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അന്നേരം ജിയും ഇസഡ് ഓഫ് ജിയും തുല്യമാണെന്ന് തെളിയിക്കുന്നതിന് പകരം ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഒരേ ഒരു എലമെൻറ്റ് ഇസഡ് ഓഫ് ജി ആണെന്ന് തെളിയിച്ചാൽ മതി. അതായത് ജി ബൈ ഇസഡ് ഓഫ് ജിയിൽ നിന്ന് ഏതൊരു എ ഇസഡ് ഓഫ് ജി എന്ന് പറയുന്ന എലമെൻറ്റ് നിങ്ങൾ പിക്ക് ചെയ്ത് കഴിഞ്ഞാലും അത് ഇസഡ് ഓഫ് ജിക്ക് തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി. ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അന്നേരം അതാണ് അത് എഴുതിയിരിക്കുന്നത്. ജി ബൈ ഇസഡ് സൈക്ലിക്കൻ തന്നിട്ടുണ്ട്, നമുക്ക് ജി അബീലിയൻ തെളിയിക്കണം. ജി അബീലിയൻ ആണെന്നുണ്ടെങ്കിൽ ഇസഡ് ഓഫ് ജിയും ജിയും തുല്യമായിരിക്കും, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇസഡ് ഓഫ് ജിയും ജിയും തുല്യമാണെങ്കിൽ മസ്റ്റായിട്ടും അത് തെളിയിക്കാനായിട്ട്, അതായത് ജി അബീലിയൻ തെളിയിക്കാനായിട്ട് ഇറ്റ് സഫിഷ്യസ് ടു ഷോ ദാറ്റ് ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഒരേ ഒരു എലമെൻറ്റ് ഐഡൻറ്റിറ്റി കോസറ്റായ ഇസഡ് ഓഫ് ജി ആണെന്ന് തെളിയിച്ചാൽ മതി. എന്താ ഈ ഐഡൻറ്റിറ്റി കോസറ്റ്, അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പം ഒരു ഫാക്ടർ ഗ്രൂപ്പ് ജി ബൈ എച്ച് എടുക്കും. ഏതൊരു ഫാക്ടർ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എലമെൻ്റ് ഫോം എ ഇൻറ്റു എച്ച് എന്നുള്ള ഫോമിലാണല്ലോ, അല്ലെങ്കിൽ എ പ്ലസ് എച്ച് എന്നുള്ള ഫോമിലാണല്ലോ, വേറെ എ ബിലോങ്സ് ടു ജി. ഓക്കെ, അന്നേരം ഏതൊരു ഫാക്ടർ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഈ എച്ച് എന്ന് പറയുന്ന സാധനം മസ്റ്റായിട്ടും ഇതിലൊരു എലമെൻ്റ് ആയിരിക്കും, ഈ ഫാക്ടർ ഗ്രൂപ്പിൽ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് ആ ഫാക്ടർ ഗ്രൂപ്പിൽ ഒരു എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, അതായത് ജി ബൈ എച്ച് എന്ന് പറയുന്ന ഫാക്ടർ ഗ്രൂപ്പിൽ എല്ലായ്പ്പോഴും ഒരു എലമെൻ്റ് ആയിരിക്കും എച്ച് എന്ന് പറയുന്നത്. ആ എച്ച് എന്ന് പറയുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി കോസറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ജി ബൈ ഇസഡ് ഓഫ് ജി എടുക്കുവാണെങ്കിൽ ആ ഫാക്ടർ ഗ്രൂപ്പിൽ ഒരു എലമെൻ്റ് എല്ലായ്പ്പോഴും ഇസഡ് ഓഫ് ജി ആയിരിക്കും. ഓക്കെ, ഈ ഇസഡ് ഓഫ് ജി ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഐഡൻറ്റിറ്റി കോസറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അന്നേരം ജി ബൈ ഇസഡ് ഓഫ് ജിയുടെ ഒരേ ഒരു എലമെൻറ്റ് ഈ ഐഡൻറ്റിറ്റി കോസറ്റായി ഇസഡ് ഓഫ് ജി ആണെന്ന് തെളിയിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അന്നേരം അതാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. അതിന് നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ജി ബൈ ഇസഡ് ഓഫ് ജി സൈക്ലിക് ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമാണ്, ഇതൊന്നും എക്സാമിനേഷൻ എഴുതി വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, അന്നേരം ജി ബൈ ഇസഡ് സൈക്ലിക് ആണെന്ന് നമ്മളതിലുണ്ട്. ജി ബൈ ഇസഡ് സൈക്ലിക് ആണെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ച് ആ ജി ബൈ ഇസഡിലെ ഒരു എലമെൻറ്റ് മസ്റ്റായിട്ടും ആ ഹോൾ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യും, അതായത് ഒരു ജനറേറ്ററുണ്ട്. ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ എലമെൻറ്റിൻ്റെ ഫോം അറിയാൽ, ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ എലമെൻറ്റിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലെ എലമെൻറ്റ് എ എന്നോ ജി എന്നോ എന്താണ് എടുക്കാം ഇൻറ്റു ആ സബ് ഗ്രൂപ്പ് എച്ച്, അതായത് ഇസഡ് ഓഫ് ജി, ഈ ഫോമിലായിരിക്കും. ഓക്കെ, അന്നേരം ഇത്തരത്തിലൊരു എലമെൻറ്റ് ഈ ഗ്രൂപ്പിൽ ജനറേറ്ററായിട്ടുണ്ട് എന്നാണ് അർത്ഥം സൈക്ലിക് ആണെങ്കിൽ. ഓക്കെ, സൈക്ലിക്കിൻ്റെ ഡെഫിനേഷൻ പ്രകാരം അന്നേരം ജി ബൈ ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത് എന്താണ്, സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ജി ഇസഡ് ഓഫ് ജി എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. കാര്യം ഈ എലമെൻറ്റ് കൊണ്ട് ഈ ഹോൾ ഗ്രൂപ്പിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നർത്ഥം സൈക്ലിക് ആയതുകൊണ്ട്. ഓക്കെ, വേർ ജി, ഈ ജി എന്ന് വെച്ചാൽ ഇവിടുത്തെ എലമെൻറ്റാണ്, ഗ്രൂപ്പിൽ എലമെൻറ്റാണ്. ഓക്കെ ആണല്ലോ. ഇനി അത് ഡെഫിനിഷൻ പ്രകാരം അത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ ക്ലിയർ ആണ്. ഇനി ഞാൻ ഈ ജി ബൈ ഇസഡ് ഓഫ് ജിയിൽ നിന്ന് ഞാനൊരു എലമെൻറ്റ് പിക്ക് ചെയ്യുവാണ്. എ ഇസഡ് ഓഫ് ജി എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ജി ബൈ ഇസഡ് ഓഫ് ജിയിൽ നിന്ന് ഞാൻ എടുക്കുന്നു. എ എന്ന് പറയുന്നത് ഗ്രൂപ്പിലെ ഒരു ആർബിട്രറി എലമെൻറ്റാണ്. ഓക്കെ, അതായത് ഏത് എലമെൻറ്റും ആകാം എന്നുള്ള മീനിങ്. ഓക്കെ, എന്തുമാകാം, ഗ്രൂപ്പിലെ ഏത് എലമെൻറ്റ് വേണമെങ്കിലും ആകാം. അത്തരത്തിലൊരു എലമെൻറ്റ് ഞാൻ പിക്ക് ചെയ്യുന്നു. ദെൻ ദെയർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ ഐ സച്ച് ദാറ്റ്, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ ജി ഇസഡ് ഓഫ് ജി എന്ന് പറയുന്നത് ഈ ജി ബൈ ഇസഡ് ഓഫ് ജിയുടെ ജനറേറ്റർ അല്ലേ. ഓക്കെ, സൈക്ലിക് ആയതുകൊണ്ട് ഇതാണ് ജനറേറ്റർ എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ എലമെൻറ്റ് വെച്ചിട്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റിനെയും ജനറേറ്റ് ചെയ്യാമെന്നാണ് അർത്ഥം. ഓക്കെ, അത് ഈ ഗ്രൂപ്പിലുള്ള ഈ എലമെൻറ്റിൻ്റെ പവർ എടുത്തു കഴിഞ്ഞാൽ, ഈ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ അതാണല്ലോ, ജനറേറ്റർ ആയിട്ടുള്ള എലമെൻറ്റിൻ്റെ പവർ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഏത് പവർ ആക്കട്ടെ, സം എൻ പവർ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലുള്ള എലമെൻറ്റിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിഫറൻറ്റ് പവേഴ്സിൽ ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റിനും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ജനറേറ്റർ എന്ന് വിളിക്കുന്നത്. അന്നേരം എ ഇസഡ് ഓഫ് ജി എന്ന് പറയുന്ന എലമെൻറ്റ് ഈ ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ എലമെൻറ്റായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ എ ഇസഡ് ഓഫ് ജിയെയും നമുക്ക് ജി ഇസഡ് ഓഫ് ജി വെച്ചിട്ട് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ജി ഇസഡ് ഓഫ് ജിയുടെ ഏതോ ഒരു പവറാണ്, അല്ലെങ്കിൽ ഏതോ ഒരു പവർ എടുക്കുമ്പോൾ എ ഇസഡ് ഓഫ് ജി കിട്ടുമെന്നർത്ഥം. അത്തരത്തിലുള്ളൊരു പവറാണ് ഞാൻ ഐ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അന്നേരം ദെൻ ദെയർ എക്സിസ്റ്റ് ആൻ ഇൻറ്റിജർ ഐ സച്ച് ദാറ്റ് എ ഇസഡ് ഓഫ് ജി ഈക്വൽ ടു ജി ഇസഡ് ഓഫ് ജി ദ ഹോൾ റൈസ് ടു ഐ. ഓക്കെ, ജി ഇസഡ് ഓഫ് ജിയുടെ ഐത്ത് പവർ എടുക്കുമ്പോൾ നമുക്ക് എ ഇസഡ് ഓഫ് ജി കിട്ടും എന്ന് ഞാൻ എടുക്കുന്നു. ഓക്കെ, ബൈ ഡെഫിനിഷൻ സൈക്ലിക് ആണ് എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം സംഭവിക്കും. ഓക്കെ, അന്നേരം ജി ഇസഡ് ഓഫ് ജി ദ ഹോൾ റൈസ് ടു ഐ എന്ന് വെച്ചാൽ ജി ഇസഡ് ഓഫ് ജിയെ ഐ ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അർത്ഥം. അന്നേരം ജി ഇസഡ് ഓഫ് ഐ ഇൻറ്റു ജി ഇസഡ് ഓഫ് ഐ എക്സെട്രാ ജി ഇസഡ് ഓഫ് ഐ എത്ര ടൈംസ്, ഐ ടൈംസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതെല്ലാം ഈ ഫോമിൽ അടക്കുന്നത് എ ഇൻറ്റു എച്ച് ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്നുള്ള ഫോമില. എച്ച് എല്ലാം ഫിക്സഡ് ആണല്ലോ ഇവിടെ,
ഇസഡ് ഓഫ് ജി. ഓക്കെ, ഈ സ്മോൾ ലെറ്റർ മാറി വരാൻ സെയിം ആകാം, നോ പ്രോബ്ലം. നമ്മൾ കോൺസെപ്റ്റിൻ്റെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ട്. എ എച്ച് ഇൻറ്റു ബി എച്ച് എന്ന് പറഞ്ഞാൽ എ ബി ഇൻറ്റു എച്ച് എന്നാണ്. ഇനി എ എച്ച് ഇൻറ്റു ബി എച്ച് ഇൻറ്റു സി എച്ച് ആണെങ്കിൽ എ ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു എച്ച് എന്ന് എഴുതാം. അന്നേരം അതിവിടെ അപ്ലൈ ചെയ്യുന്നു. അതുകൊണ്ട് എ എച്ച് ഇൻറ്റു ബി എച്ച് എക്സെട്ര ദ ഇൻറ്റു എച്ച്. ഓക്കെ, അങ്ങനെ ഈ സ്മോൾ ലെറ്റേഴ്സ് എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യോ, എന്നിട്ട് ആ സബ് ഗ്രൂപ്പ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യോ. എ ഇൻറ്റു ബി ഇൻറ്റു സി ഇൻറ്റു എച്ച് എന്ന് പറയുന്നവരെ ജി ഇൻറ്റു എക്സെട്ര ജി ഇൻറ്റു എച്ച് എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. ജി എത്ര ടൈംസ് ഉണ്ട്? മൊത്തം ഐ ടൈംസ് ആണ്. അന്നേരം ഇവിടെ ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് ഓഫ് ജി എന്ന് എഴുതാം. ശരിയല്ലേ? ലെഫ്റ്റ് സൈഡ് എ ഇസഡ് ഓഫ് ജി എന്നായിരുന്നല്ലോ. അന്നേരം എ ഇസഡ് ഓഫ് ജി ഈക്വൾ ടു ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് ഓഫ് ജി എന്ന് കിട്ടി. എ ഓൾറെഡി ഗ്രൂപ്പിലെ ആർബിട്രറി എലമെൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ജിയും ഗ്രൂപ്പിൽ എലമെൻ്റ് ആണെന്ന് ആദ്യം നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജി ഗ്രൂപ്പിൽ എലമെൻ്റ് ആണെങ്കിൽ ജിയുടെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും അത് ഗ്രൂപ്പിൽ എലമെൻ്റ് ആയിരിക്കും. കാര്യം ഗ്രൂപ്പിൽ എലമെൻ്റ് എന്ന് വെച്ചാൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമല്ലോ. അപ്പം ജി ഗ്രൂപ്പിലുണ്ടെങ്കിൽ ജി സ്ക്വയർ ജി ഇൻറ്റു ജി എഴുതിക്കൂടെ? കാര്യം ജി ഗ്രൂപ്പിൽ എലമെൻ്റ് ആണല്ലോ. അങ്ങനെ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് ഗ്രൂപ്പിൽ എലമെൻ്റ് ആയിരിക്കും. ഓക്കെ, ജി ക്യൂബ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? ജി സ്ക്വയർ ഇൻറ്റു ജി എന്ന് എഴുതാം, അല്ലെങ്കിൽ ജി ഇൻറ്റു ജി എന്ന് എഴുതാം. ജി എല്ലാം ഗ്രൂപ്പിൽ എലമെൻറ്റാണ്. അതുകൊണ്ട് ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഗ്രൂപ്പിൽ തന്നെ ആയിരിക്കും. അന്നേരം ജി റൈസ് ടു ഐ എന്ന് വെച്ചാൽ എന്താണ്? ജി ഇൻറ്റു എക്സെട്ര ഐ ടൈംസ് ജി എന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ എലമെൻറ്റാണ്. അതുകൊണ്ട് അവയെ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്താലും ക്ലോഷർ പ്രോപ്പർട്ടി അനുസരിച്ച് അതെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും, ഗ്രൂപ്പിലുണ്ടായിരിക്കും. സോ ജി റൈസ് ടു ഐ എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ എലമെൻറ്റാണ്. ഓക്കെ ആണല്ലോ. അന്നേരം എ ഇസഡ് ഓഫ് ജി ഈക്വൽ ടു ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് ഓഫ് ജി എന്ന് കിട്ടി. നമ്മൾ ഇത്തരത്തിലൊരു പ്രോപ്പർട്ടി കോൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. എയും ബിയും ഗ്രൂപ്പിൽ എലമെൻറ്റാണ്. അതുകൂടാതെ എ ഇൻറ്റു എച്ചും ബി ഇൻറ്റു എച്ചും ഈ ലെഫ്റ്റ് കോസറ്റുകൾ പരസ്പരം ഈക്വലുമാണ്. അങ്ങനെയെങ്കിൽ മസ്റ്റായിട്ടും ഈ എ എന്ന് പറയുന്ന സാധനം ഈ ബി എച്ചിൽ ബിലോങ് ചെയ്യും. അതാണ് ഈ പ്രോപ്പർട്ടി. അതിവിടെ അപ്ലൈ ചെയ്യുന്നത് കണ്ട് എ ഇസഡ് ഓഫ് ജിയും ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് ഓഫ് ജിയും ഈക്വലാണ്. ലെഫ്റ്റ് കോസറ്റുകൾ പരസ്പരം ഈക്വലാണ്. അങ്ങനെ ഈ എ എന്ന് പറയുന്ന സാധനം മസ്റ്റായിട്ടും ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് ഓഫ് ജിയിൽ ബിലോങ് ചെയ്യും, ഈ പ്രോപ്പർട്ടി. ഓക്കെ ആണല്ലോ. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എ ബിലോങ്സ് ടു ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് ഓഫ് ജി. ഓക്കെ, ഇത് ഒരു ലെഫ്റ്റ് കോസറ്റാണ്. അത് എ ഇൻറ്റു എച്ച് എന്നുള്ള ഫോമില. എ ഇൻറ്റു എച്ച് എന്നുള്ള ഫോമിലുള്ള ലെഫ്റ്റ് കോസറ്റിലെ എലമെൻറ്റിൻ്റെ ഫോം എ ഇൻറ്റു സ്മോൾ എച്ച് ആണ് എന്ന് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അന്നേരം ഈ എ എന്ന് പറയുന്ന എലമെൻറ്റ് ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് ഓഫ് ജിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഈ എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഫോം എങ്ങനെയായിരിക്കും? ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് എ എച്ചിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ എന്ന് പറയുന്ന എലമെൻറ്റ് എ എച്ചിലാണെങ്കിൽ എ എച്ച് എന്ന് പറയുന്ന കോസറ്റിലെ എലമെൻറ്റിനൊരു ഫോമുണ്ട്. ആ ഫോമിലായിരിക്കും ഈ എ എന്നാണ് അർത്ഥം. എ എച്ച് എന്ന് പറയുന്ന ആ സെറ്റിൻ്റെ എലമെൻറ്റ് ഫോം എങ്ങനെയാണ്? എ ഇൻറ്റു സ്മോൾ എച്ച് എന്നാണ്. ഓക്കെ, അന്നേരം ഈ എ എന്ന് പറയുന്നത് എ ഇൻറ്റു എച്ച് എന്നുള്ള ഫോമിലായിരിക്കും. അതുപോലെ തന്നെ എ ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് ഓഫ് ജിയിലാണെങ്കിൽ എ എന്ന് പറയുന്ന എലമെൻറ്റ് ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് ഓഫ് ജി എന്ന് പറയുന്ന ആ സെറ്റിലെ എലമെൻറ്റിൻ്റെ ഫോമിലായിരിക്കും. ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് ഓഫ് ജിയിലെ എലമെൻറ്റ് ഫോം എങ്ങനെയാണ്? ഇപ്പോൾ എ ഇൻറ്റു ക്യാപിറ്റൽ എച്ചിലെ എലമെൻറ്റ് എ ഇൻറ്റു സ്മോൾ എച്ച് എന്ന് പറയുന്ന പോലെ ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് ഓഫ് ജിയിലെ എലമെൻറ്റ് എന്തായിരിക്കും? ജി റൈസ് ടു ഐ ഇൻറ്റു സ്മോൾ ഇസഡ് എന്നുള്ള ഫോമിലായിരിക്കും. അന്നേരം ഈ എ എന്ന് പറയുന്നത് ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ് എന്നുള്ള ഫോമിലായിരിക്കും. ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു ജി റൈസ് ടു ഐ ഇൻറ്റു ഇസഡ്. ക്ലിയർ ആണല്ലോ. ഫോർ സം ഇസഡ് ഇൻ ഇസഡ് ഓഫ് ജി. ഓക്കെ, ഈ ഇസഡ് എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻറ്റാണ്? ഇസഡ് ഓഫ് ജിയിലെ എലമെൻറ്റാണ്. ഓക്കെ ആണല്ലോ. അന്നേരം ഇസഡ് ഓഫ് ജിയിൽ എലമെൻ്റ് ആണെങ്കിൽ മസ്റ്റായിട്ടും ഇസഡ് സി ഓഫ് ജിയിൽ എലമെൻ്റ് ആയിരിക്കും. എന്താ കാര്യം? കാര്യം ഒരെലമെൻറ്റ് ഇസഡ് ഓഫ് ജിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇസഡ് ഓഫ് ജിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഡെഫിനിഷൻ ആലോചിച്ചാൽ മതി. ഒരെലമെൻറ്റ് ഇസഡ് ഓഫ് ജിയിലുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം ആ എലമെൻറ്റ് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന അർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ? അന്നേരം ഇസഡ് സെൻറ്റർ ഓഫ് ജിയിലുണ്ടെന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന അർത്ഥം. ഈ സ്മോൾ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ എലമെൻ്റ് ആണല്ലോ. അങ്ങനെയെങ്കിൽ ഈ ഇസഡ് സ്മോൾ ജിയുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് അർത്ഥം. ഓക്കെ, അന്നേരം ഇവിടെ മനസ്സിലാക്കേണ്ടത് സ്മോൾ ജിയുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുവെങ്കിൽ ഈ ഇസഡ് സി ഓഫ് ജിയിൽ എലമെൻ്റ് ആയിരിക്കും. സെൻട്രലൈസർ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സെൻട്രലൈസർ ഓഫ് എ അത് എയുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻ്റാണ് സെൻട്രലൈസർ ഓഫ് എയിലുള്ളത്. അന്നേരം സി ഓഫ് ജി എന്ന് പറഞ്ഞാൽ ജിയുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻ്റാണ് സെൻട്രലൈസർ ഓഫ് ജിയിലുള്ളത്. ഇപ്പം ഇസഡ് ജി ഈക്വൾ ടു ജി ഇസഡ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. ഇസഡ് സെൻറ്ററിനകത്തുള്ള എലമെൻ്റ് ആയതുകൊണ്ട് ഇസഡ് ജിയും ജി ഇസഡും സെയിം ആണ്. അതുകൊണ്ട് ഈ സി ഓഫ് ജിയിൽ എന്തോ ഉണ്ടായിരിക്കും? ഇസഡ് ഉണ്ടായിരിക്കും.
കാര്യം സി ഓഫ് ജി എന്ന് വെച്ചാൽ എന്താടേ, ജിയുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റ്. ഇപ്പോൾ ജിയുമായിട്ട് ഇസഡ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇസഡ് എവിടെ ഉണ്ടായിരിക്കും, സെൻട്രലൈസർ ഓഫ് ജിയിലുണ്ടായിരിക്കും. ക്ലിയർ ആണല്ലോ, ഓക്കെ ആണല്ലോ. അതല്ലെങ്കിൽ ഒരു എലമെൻറ്റ് എവിടെയുണ്ട്, സെൻറ്ററിലുണ്ടെങ്കിൽ, ഒരു എലമെൻറ്റ് സെൻറ്ററിലുണ്ടെങ്കിൽ അത് സെൻട്രലൈസർ ഉണ്ടായിരിക്കും. കാര്യം സബ് ഗ്രൂപ്പാണ്. ഇസഡ് ഓഫ് ജി ഇസ് എ സബ് ഗ്രൂപ്പ് ഓഫ് സി ഓഫ് എ ആണ് ഫോർ എവരി എ ബിലോങ്സ് ടു ജി. അതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതി ആലോചിച്ചാൽ മതി. അന്നേരം ഇസഡ് സി ഓഫ് ജിയിലുണ്ടെന്ന് കിട്ടി. ഇനി ജി റൈസ് ടു ഐ, ജി റൈസ് ടു ഐ ജിയുടെ സെൻട്രലൈസറിനകത്തുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അന്നേരം ഇസഡ് ജിയുടെ സെൻട്രലൈസറിലുണ്ടെന്ന് കിട്ടി, സി ഓഫ് ജിയിലുണ്ടെന്ന് കിട്ടി. ഇനി ജി റൈസ് ടു ഐ സി ഓഫ് ജിയിലുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. ജിയുടെ സെൻട്രലൈസറിനകത്തുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അന്നേരം ജിയുടെ സെൻട്രലൈസറിനകത്ത് ജി റൈസ് ടു ഐ വരണമെങ്കിൽ ജിയും ജി റൈസ് ടു ഐയും പരസ്പരം എന്തായിരിക്കണം, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അതാണ് ചെക്ക് ചെയ്ത് നോക്കുന്നത്. ജി റൈസ് ടു ഐ ഇൻറ്റു ജി ഈക്വൽ ടു, ഇവിടെ ജി എന്ന് വെച്ചാൽ ജി റൈസ് ടു 1 എന്നാണല്ലോ, ജി റൈസ് ടു ഐ പ്ലസ് 1 എന്ന് എഴുതാമല്ലോ, ഐ പ്ലസ് 1 1 + i എന്ന് എഴുതാമല്ലോ. അന്നേരം ജി റൈസ് ടു 1 ഇൻറ്റു ജി റൈസ് ടു ഐ എന്ന് എഴുതാമല്ലോ. അന്നേരം ജി റൈസ് ടു ഐ ഇൻറ്റു ജി, ജി ഇൻറ്റു ജി റൈസ് ടു ഐയും സെയിം എന്ന് കിട്ടി. സോ ജിയുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന എലമെൻറ്റാണ് ജി റൈസ് ടു ഐ. അങ്ങനെയെങ്കിൽ ജിയുടെ സെൻട്രലൈസറിനകത്ത് ആരും വന്നു, ജി റൈസ് ടു ഐയും വന്നു. ഓക്കെ, അന്നേരം ജി റൈസ് ടു ഐയും സെൻട്രലൈസർ ഓഫ് ജിക്കകത്തുണ്ടെന്ന് കിട്ടി. ഓക്കെ, ഇപ്പം നമുക്ക് ഇസഡ് സി ഓഫ് ജിയിലുണ്ടെന്ന് കിട്ടി, ജി റൈസ് ടു ഐയും സി ഓഫ് ജിയിലുണ്ടെന്ന് കിട്ടി. ഇനി സി ഓഫ് ജി എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പാണ് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. സി ഓഫ് ജി സബ് ഗ്രൂപ്പാണെങ്കിൽ സബ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത എന്താണ്, ആ സബ് ഗ്രൂപ്പിനകത്തുള്ള ഏത് 2 എലമെൻ്റ് എടുത്ത് പ്രോഡക്റ്റ് എടുത്താലും അത് അതിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. അന്നേരം ഇസഡും ജി റൈസ് ടു ഐയും സി ഓഫ് ജിക്കകത്തുണ്ട്. അങ്ങനെ ഇവയുടെ പ്രോഡക്റ്റും എവിടെ ഉണ്ടായിരിക്കും, സി ഓഫ് ജിക്കകത്തുണ്ടായിരിക്കും. ഇവയുടെ പ്രോഡക്റ്റിനെയല്ലേ നമ്മൾ എ എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ തൊട്ടും കൂടെ കൊടുത്തിട്ടുണ്ട് താടക്കുന്നു എ ഈക്വൽ ടു. ഓക്കെ, അന്നേരം ജി റൈസ് ടു ഐയും ഇസഡും സി ഓഫ് ജിക്കകത്തുണ്ട്, അതിൽ അവയുടെ പ്രോഡക്റ്റും സി ഓഫ് ജിക്കകത്തുണ്ടായിരിക്കും. കാര്യം സി ഓഫ് ജി സബ് ഗ്രൂപ്പാണ്. ദാറ്റ് മീൻസ് എ എന്ന് പറയുന്ന എലമെൻറ്റും എവിടെ ഉണ്ടെന്ന് കിട്ടി, സി ഓഫ് ജിയിലുണ്ടെന്ന് കിട്ടി. അന്നേരം എയും സി ഓഫ് ജിയിലുണ്ടെന്ന് കിട്ടി. എ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി എലമെൻ്റ് അല്ലേ ജിയിൽ, നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ആർബിട്രറി എലമെൻ്റാണ്. ഓക്കെ, അതായത് ഏത് എലമെൻറ്റും ആകാം. എ എന്ന് പറയുന്നത് ഗ്രൂപ്പിലെ ഏത് എലമെൻറ്റും ആകാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇപ്പം എ എന്ന് പറയുന്ന എലമെൻറ്റ് സെൻട്രലൈസറിലുണ്ട്, സി ഓഫ് ജിയിലുണ്ട് എന്ന് പറഞ്ഞാൽ, ഓക്കെ, എ എന്ന് പറയുന്ന എലമെൻറ്റ് സി ഓഫ് ജിയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എ എന്ന് പറയുന്ന എലമെൻറ്റ് ജിയുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന, ശരിയല്ലേ? എ ജി ഈക്വൽ ടു ജി എന്നാണ് അർത്ഥം. ഓക്കെ, എ എന്ന് വെച്ചാൽ ജിയിലെ ആർബിട്രറി എലമെൻ്റാണ്, അതായത് ഗ്രൂപ്പിലെ ഏത് എലമെൻറ്റും ആകാം. അന്നേരം ഇതിനർത്ഥം എയുടെ പ്ലേസിൽ ഗ്രൂപ്പിലെ ഏത് എലമെൻറ്റ് കൊടുത്താലും അത് ജിയുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന അർത്ഥം. ഓക്കെ, അന്നേരം ഗ്രൂപ്പിലുള്ള ഏത് എലമെൻറ്റും ജിയുമായിട്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഒരു എലമെൻറ്റ് ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ ആ എലമെൻറ്റ് എവിടെ ഉണ്ടായിരിക്കും, സെൻറ്ററിലുണ്ടായിരിക്കും. അന്നേരം ജി എവിടെ ഉണ്ടെന്ന് കിട്ടി, സെൻറ്ററിലുണ്ടെന്ന് കിട്ടി. കാര്യം ജി ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റുമായിട്ടും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന അർത്ഥം. എ ജി ഈക്വൽ ടു ജി എ ഫോർ എവരി എ ബിലോങ്സ് ടു ജി. അന്നേരം ജി സെൻറ്ററിലുണ്ടെന്ന് കിട്ടി. ജി സെൻറ്ററിലുണ്ടെങ്കിൽ കോസറ്റിൻ്റെ ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എച്ചിലുണ്ടെങ്കിൽ എ എച്ചും ഈക്വൽ ആയിരിക്കും. അന്നേരം ജി ഇസഡ് ഓഫ് ജിയിലുണ്ടെങ്കിൽ ജി എച്ചും, അതായത് ജി ഇസഡും സെയിം ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ പ്രൂഫ് കംപ്ലീറ്റ് ആയി. കാര്യം നമുക്ക് തെളിയിക്കാനുള്ള എന്തായിരുന്നു, ജി ബൈ ഇസഡ് ഓഫ് ജിയിൽ ഒരേ ഒരു എലമെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഇസഡ് ഓഫ് ജി. ഐഡൻറ്റിറ്റി കോസറ്റ് ഇസഡ് ഓഫ് ജി ആണെന്നാണ്. ജി ബൈ ഇസഡ് ഓഫ് ജിയിൽ എലമെൻറ്റിൻ്റെ ഫോം എന്താ, ഗ്രൂപ്പിലെ എലമെൻറ്റ് ഇൻറ്റു ഇസഡ് ഓഫ് ജി എന്നാണ്. ഓക്കെ, അതായത് ജി ബൈ ഇസഡ് ഓഫ് ജിയിലെ ഏതൊരു ജി ഇസഡ് ഓഫ് ജി എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്താലും അത് എന്തിന് തുല്യമാണെന്ന് തെളിയിച്ചാൽ മതി, ഇസഡ് ഓഫ് ജിക്ക് തുല്യമാണെന്ന് തെളിയിച്ചാൽ മതിയായിരുന്നു. അതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. ഇതടങ്ങുന്നത് ജി ഇസഡ് ഓഫ് ജി ഈക്വൽ ടു ഇസഡ് ഓഫ് ജി എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് മീൻസ് ഹെൻസ് ദ ഓൺലി എലമെൻറ്റ് ഓഫ് ജി ബൈ ഇസഡ് ഓഫ് ജി ഈസ് ഇസഡ് ഓഫ് ജി വിച്ച് ഈസ് ദ ഐഡൻറ്റിറ്റി കോസറ്റ്. ദാറ്റ് മീൻസ് അതിനർത്ഥം എന്താണ്, ജിയും ഇസഡ് ഓഫ് ജി എന്താണ്, ഈക്വലാണ്, അതായത് ജി അബീലിയനാണ്. ഇതാണ് ജി ബൈ ഇസഡ് തിയറം. ക്ലിയർ ആണല്ലോ? കാര്യം മനസ്സിലായല്ലോ? ഓക്കെ, ഒന്ന് പ്രൂഫ് എഴുതി പഠിച്ചോണം. അത്ര വലിയ പ്രൂഫൊന്നുമല്ല, ചെറിയ പ്രൂഫാണ്. ഞാൻ ഇത്ര പറഞ്ഞപ്പം അങ്ങ് ലെങ്തി ആയി പോയെന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ തിയറത്തിൽ നിന്ന് 1-2 കൺക്ലൂഷൻസ് കൂടി വരുന്നുണ്ട്. അതും കൂടെ ഒന്ന് കൊറോളറി ആയിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊന്ന് അറിഞ്ഞിരിക്കുമോ. നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ജി ബൈ ഇസഡ് സൈക്ലിക്കാണ്, അങ്ങനെയെങ്കിൽ ജി അബീലിയനാണ്. ഓക്കെ, അതിൽ നിന്ന് ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന 1-2
കാര്യങ്ങളൂടെ ഇവിടെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. G/H സൈക്ലിക്കാണെന്ന് വിചാരിക്കും. ഓക്കെ, G/H എന്ന് വെച്ചാൽ സെൻറ്റർ അല്ല, ഏതോ ഒരു സബ് ഗ്രൂപ്പ്. ഓക്കെ, നമ്മളെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് സെൻറ്റർ എന്നാണ്. ഓക്കെ, ഇവിടെ ഒന്ന് രണ്ട് കാര്യം കൂടെ ഈ തിയറമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണ്. G/H സൈക്ലിക്കാണ്. ഈ H സെൻറ്ററിൻ്റെ ഒരു സബ് ഗ്രൂപ്പാണ്, Z ഓഫ് G ഒരു സബ് ഗ്രൂപ്പാണ്. ഓക്കെ, G/H സൈക്ലിക്കാണ്. നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ശ്രദ്ധിച്ചോണം. G/Z സൈക്ലിക്കാണെങ്കിൽ G അബീലിയനാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് G/H സൈക്ലിക്കാണ്. ആ H ഈ സെൻറ്ററിനകത്തുള്ളതാണ്. ഓക്കെ, അതായത് സബ് ഗ്രൂപ്പാണ്, സെൻറ്ററിൻ്റെ സബ് ഗ്രൂപ്പാണ്. അങ്ങനെയെങ്കിലും G എന്തായിരിക്കും? അബീലിയനായിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത് പറയുന്നത് G/Z സൈക്ലിക്കാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് G അബീലിയൻ ആണെന്നാണ്. G അബീലിയൻ എന്നാണ്. അന്നേരം ഇതിൻ്റെ കോൺട്രാപോസിറ്റീവാണ് സെക്കൻഡ് പറയുന്നത്. നേരെ തിരിച്ച്, അതായത് G അബീലിയൻ അല്ലെങ്കിൽ G/Z എന്താകില്ല? സൈക്ലിക് ആകില്ല. അതാണ് അടുത്ത പറയുന്നത്. G നോൺ അബീലിയൻ ആണെങ്കിൽ G/Z എന്ന് പറയുന്നത് ഒരിക്കലും എന്താകില്ല? സൈക്ലിക് ആകില്ല. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് G/Z ഓഫ് G ഈ സൈക്ലിക് ഇറ്റ് മസ്റ്റ് ബി ട്രിവിയൽ. G/Z സൈക്ലിക് ആണെങ്കിൽ അത് മസ്റ്റായിട്ടും ട്രിവിയൽ ആയിരിക്കും. ഓക്കെ, ദാറ്റ് മീൻസ് അതിനകത്ത് ഒരേ ഒരു എലമെൻ്റ്, അത് ഐഡൻറ്റിറ്റി മാത്രമായിരിക്കും. ഓക്കെ, അത് ഐഡൻറ്റിറ്റി കോസെറ്റ് മാത്രമായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നതാണ് ട്രിവിയൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരേ ഒരു എലമെൻറ്റ് മാത്രം. ഓക്കെ, അത് ട്രിവിയൽ ആയിരിക്കും, അത് ഐഡൻറ്റിറ്റി കോസെറ്റ് ആയിരിക്കും. ഓക്കെ, അന്നേരം ഈ കൺക്ലൂഷൻ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. തൽക്കാലം ഇത്രയും നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.